ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മന്തിയാണിട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊലിയോടുള്ള ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാ ചിക്കൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചിക്കൻ 2 പീസാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ 2-3 പീസൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ ക്യൂബാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാക്കറ്റ് ചിക്കൻ ക്യൂബ് എടുക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് നമുക്ക് മന്തിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇതേപോലത്തെ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 കഷ്ണം ഉണ്ടാവും. അപ്പോൾ 2 കഷ്ണം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചിക്കനൊന്ന് ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നന്നായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കാം. ഈ മസാലയൊക്കെ ഇതിലേക്ക് ശരിക്കും ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. നമുക്കിതൊന്ന് ചിക്കൻ്റെ മുകളിലായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കനിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊട്ടും തന്നെ കളർ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തേക്കുന്നത് കേട്ടോ. ഞാനിവിടെ 4 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മൾ ചോറ് കുഴഞ്ഞു പോകില്ല, ഒട്ടും തന്നെ പൊടിഞ്ഞും പോകില്ല. ഇതന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. ഞാനിവിടെ ഒരു 5.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ കഴിയും. ഇത് കുക്കറിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, സാധാരണ പാത്രത്തിലും ചെയ്യാം. അപ്പോൾ കുക്കറിൽ ചെയ്ത് നമ്മൾ ചിക്കൻ അടിയിലിട്ടിട്ട് ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ മന്തി റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്, അതായത് നമ്മളെ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ 3/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ തൊലിയില്ലാത്ത ചിക്കനിലാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന ചിക്കൻ ഇതേപോലെ തൊലിയുള്ള ചിക്കനല്ല കിട്ടുന്നത്, തൊലിയില്ലാത്ത ചിക്കനാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് കറക്റ്റ് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 കരയാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് വേവുന്നത് വരെയാണ് ഈ ചിക്കൻ ഇതേപോലെ മസാല വെച്ച് വെക്കേണ്ടത്. അപ്പോൾ ചോറ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചോറിനുള്ള പണികൾ നോക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് അരി തിളപ്പിച്ച് കൂട്ടണം. അതിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഇതിന്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചോറിന് മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ചിക്കൻ ക്യൂബിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനിൽ ആ ഒരു ഉപ്പ് മതി. പിന്നെ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. അരി സാധാരണ ചോറ് വേവുന്ന പോലെ തന്നെ വെന്തോട്ടെ കേട്ടോ. ഇപ്പോൾ സെല്ല റൈസ് ആയതുകൊണ്ട് ഇത് പകുതി വേവിൽ നിർത്തുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി വേവിൽ നിർത്തൂലേ, അപ്പോൾ അത് ഇതേപോലെ ചെയ്യുന്നില്ല. ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി വേവിൽ നിർത്തണം കേട്ടോ. ഊറ്റിയെടുക്കണം, പകുതി വേവിൽ ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ അരി
നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ വേവിച്ചിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാലും ഉടഞ്ഞും പോവില്ല, അത് കുഴഞ്ഞും പോവില്ല കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു സെല്ലാ റൈസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്, സാധാരണ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ചോറിട്ട് കൊടുക്കാം. കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. നമുക്ക് ബാക്കിയുള്ള ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്കൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഈ ചോറിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ചോറിലേക്ക് നമുക്കൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കത്തിച്ച് വെച്ചേക്കുന്ന ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്ക കുത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകരുത്. ഇപ്പോൾ തന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണയായിട്ട് കുഴിമന്തി പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ചോറിന് എന്തായാലും ഒരു പുകമണം ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ ഒരു പുകമണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർക്കോൾ വെച്ചിട്ട് പുകച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുഴിയിലൊന്നും ഇറക്കി വെക്കണില്ലല്ലോ, ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു വിസിൽ വന്ന് മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു പാത്രം എടുത്ത് മാറ്റാം. നിങ്ങൾ കുക്കറിൻ്റെ മുടി അടക്കുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ കളർ ചേർക്കായിരുന്നു കേട്ടോ. ഞാൻ കളർ ചേർത്തിട്ടില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണിത്. എനിക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ നമ്മുടെ കുക്കറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നമ്മൾ ആ ഒഴിച്ച ഓയിലിൽ പകുതിയും അതിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ചോറ് അതിൽ നിന്ന് ശരിക്കും ഇങ്ങനെ വടിച്ചെടുക്കണം കേട്ടോ. ഈ ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ചിക്കനിലുള്ള കുറച്ച് ഓയിൽ ചോറിലേക്ക് ഇറങ്ങിക്കോളും. അത്രയും മതി. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ചോറ് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ കുക്കറിൽ ഇട്ടുകൊണ്ട് ചോറ് നല്ല സോഫ്റ്റാണ്. ചോറ് ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അത് ഈ ഒരു സെല്ലാ റൈസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉടഞ്ഞൊന്നും പോകാത്തത്. അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ചോറ്. അപ്പോൾ മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.
ചിക്കൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മന്തിയുടെ കൂടെ ടൊമാറ്റോ സൽസ അതുപോലെ തന്നെ മയോനൈസാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മന്തി തന്നെയാണ് കേട്ടോ. ഇതിൽ ഉണക്ക നാരങ്ങ, സവാള, തക്കാളി ഒന്നും ഇട്ടിട്ടില്ല. അത് ഇട്ടിട്ടുള്ളൊരു റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചിക്കൻ ക്യൂബാണ് മെയിനായിട്ട് ചേർത്തേക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇതിന് മുമ്പ് ചിക്കൻ ക്യൂബ് ചേർക്കാത്തൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.